ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അയല കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നിങ്ങൾ ഇൻട്രോയിൽ കണ്ട 5 അയലമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിലേക്കുള്ള മീനൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ സാധാരണ മീൻ പൊരിക്കാനൊക്കെ മസാല പുരട്ടുന്ന രീതിയിൽ മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതും കൂടെ മസാല പുരട്ടുന്നതും കൂടെ കാണിച്ചിട്ട് വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്തിട്ടാണ് ഇത് മസാല പുരട്ടിയിട്ടുള്ളത്. അപ്പം മീനൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 4 മീഡിയം സൈസിലുള്ള ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനും നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ട് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഫിഷ് മസാല, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റി വെച്ച അയലയില്ലേ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൈകൊണ്ടൊന്ന് പിച്ചിയിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം മാറുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അയലയിലൊക്കെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മാവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മളിവിടെ ചതച്ചെടുത്ത തേങ്ങ ഇല്ലേ അത് ചാടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിലിങ്ങനെ പൊടിയായിട്ട് കാണുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കുറച്ച് ലൂസായിട്ടാട്ടോ നമ്മളെ മാവ് വേണ്ടത്. ഇനി ഒരു വാഴയിലയിൽ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് തിന്നായിട്ട് പരത്തിയെടുക്കൂലേ ആ ഒരു രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അയല വെച്ചിട്ടുള്ള മസാലയില്ലേ അത് ഇതുപോലെ നിറച്ച് വെച്ച് കൊടുക്കാം. മസാല കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ. പിന്നെ മാവ് കട്ടി ഉണ്ടാവാനും പാടില്ല. എന്നാലും നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കിയിട്ട് നല്ല തിന്നായിട്ട് പരത്തി കൊടുത്താൽ മതി. ഇത് നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും ഇത് നല്ല പോലെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അയല വെച്ചിട്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങയും ജീരകമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മാവ് കഴിക്കാനാണെങ്കിലും ഉള്ളിൽ ഫില്ലിങ് കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ഈ അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് ഈ ഇലയിൽ തന്നെ നമുക്ക് അടുത്തതും പരത്തിയെടുക്കാം കേട്ടോ. വാഴയിലേക്ക് കുറവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്